സിധു നേരത്തെ കേശു പറഞ്ഞു ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട. അവന് പണ്ടേ പരിസരബോധമില്ല. അതുകൊണ്ട് അതങ്ങ് വിട്ടു കളഞ്ഞേരെ. എന്തുവാടി ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ചായ. ചായക്കകത്ത് എന്തോ ഒരു മധുരമാ. പായസത്തിൽ കാണത്തില്ലല്ലോ ഇത്ര മധുരം. അതിന് മാത്രം പഞ്ചസാര ഒന്നും ഇട്ടില്ല, ഇച്ചിരി ഇട്ടോളൂ. അത് ശരി. അപ്പൊ എനിക്ക് തോന്നുന്നതാണെന്നാണോ പറയണേ? തോന്നുന്നതാണെന്നാണോ പറയുന്നേ? എന്ത് പണിയാ സിധു കാണിക്കുന്നേ? ആ ചായ ഗ്ലാസോട്ട് എടുത്ത് പൊട്ടിക്കണ എന്തിനാ? എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും. നിനക്ക് എന്താ പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ പ്രശ്നം? ഒരു ഒച്ച ഉണ്ടാക്കി കഴിയുമ്പോ വീട്ടിലുള്ള എല്ലാരും കൂടെ ഓടി വരുവാ. ഒച്ച ഉണ്ടാക്കുമ്പോ അല്ലാതെ ഒച്ച കഴിയുമ്പോ പ്രശ്നം എന്ന് പറഞ്ഞു വരാൻ പറ്റും. ചേച്ചി എന്താ പ്രശ്നം? ചായ കൊടുത്തപ്പോ ഇച്ചിരി പഞ്ചസാര കൂടിപ്പോയി. അതിന്റെ പേരിലതേ ആ ഗ്ലാസോടെ ചായ കൊടുത്ത ഒറ്റ ഏറ് അതും പൊട്ടി. പഞ്ചാര കൂടിയതാ. അതിന് അളിയനും പഞ്ചാര പിടിച്ച് കൂടുതലല്ലേ, അതുകൊണ്ടായിരിക്കും. നീയാണോ എന്റെ പഞ്ചാരയുടെ അളവ് തീരുമാനിക്കുന്നത്? നീയാണോ തീരുമാനിക്കണേ? ചായ കൊടുക്കുമ്പോ പഞ്ചാര സൂക്ഷം കണ്ടൊക്കെ ഇട്ടിട്ട് കൊടുക്കണ്ടേ? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അടുത്തവണ ചായ കൊടുക്കുമ്പോ വിത്തോട്ട് കൊടുന്നിട്ട് പഞ്ചാര കൈ കൊടു, വേണമെങ്കിൽ കലക്കട്ട്. നീ കളിയാക്കുവാ? എന്താ പ്രശ്നം? കളിയാക്കിയതാ നീ? സിധു, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഇങ്ങനെ ചൂടാവാൻ എന്താണ് കാരണം? പിന്നെ എല്ലാരും കൂടെ വന്ന് തല നിന്ന് കഴിഞ്ഞാൽ ദേഷ്യം വരത്തില്ലേ? പിന്നെ നമുക്ക് തലയിലുള്ള പണി. കിഴങ്ങേ പറഞ്ഞ നീ കിഴങ്ങ് നീ ഇപ്പൊ എന്തോ പറഞ്ഞ? ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ എന്തെങ്കിലും ഒരു അക്ഷരം എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. വെറുതെ അളയന്റെ കയ്യിലിരിക്കുന്ന മൊത്തം മേടിക്കണം. നിനക്ക് ഞാൻ ആരാന്ന് അറിഞ്ഞൂടാ. ചാച്ചിക്കും ചേച്ചിയല്ലേ നേരത്തെ പറഞ്ഞത്? ഞാൻ കാരണമാണ് താങ്കളുടെ ഭർത്താവിന് ദേഷ്യം വന്നിന്ന്. അത് ഞാൻ അങ്ങനെ വിചാരിച്ചേ, പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി അതൊന്നും അല്ല കാരണം. ഇതിന് വേറെന്തോ കാര്യമുണ്ട്. വേറെന്തോ കാര്യമല്ല, വേറെന്തോ വലിയ എന്തോ കാര്യമുണ്ട്. പക്ഷെ എന്നാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടാ ശരിയാവില്ലല്ലോ. ക്ലാസും പൊട്ടി. ഞാൻ അമ്മൂമ്മയുടെ വലിയ മൊത്തം കേൾക്കണം. സ്വാഭാവികം. നീ പോയി ചോദിക്കടാ. ഇങ്ങോട്ട് പോയി ചോയി ചേച്ചി. ഞാൻ പോയി ചോദിച്ചിട്ടാണ് അളി എന്റെ മണ്ട അടിച്ചിരിക്കണേ. ഓഹോ, അപ്പൊ എന്നെ മണ്ടടിച്ച് പൊട്ടിച്ചോട്ടേന്ന്? അങ്ങനല്ല ചേച്ചി, ചേച്ചിയല്ലേ അളിയനെ കിട്ടിയത്. അളിയല്ലേ ചേച്ചിയെ കിട്ടിയത്, അല്ലാതെ ഞാൻ അല്ലല്ലോ. എടാ എന്നാലും നിന്റെ ചങ്കല്ലേടാ സിധു അളിയൻ. അപ്പൊ സിധു അളിയൻ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് നീ വേണ്ടേ അത് സോൾവ് ചെയ്ത് കൊടുക്കാൻ? ഞാനിപ്പോ ഇത് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്റെ ചങ്കടിച്ച് അളിയൻ കലക്കും. അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ വൈഫാണല്ലോ, ആണല്ലോ. പക്ഷെ അത് ചില സമയത്ത് അവനത് മൈൻഡ് ചെയ്യാറില്ല. അത് കുഴപ്പമില്ല, എനിക്ക് വിഷയമില്ലല്ലോ. അത് ചേച്ചിയെ വിഷയമാക്കണ്ട. ചേച്ചി ചെല്ലുക, സംസാരിക്കുക, എന്നിട്ട് അളിയന് വലിയ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുക.